ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പെഷ്യൽ കടലക്കറിയാണ് കേട്ടോ, കാരണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉള്ളി, പച്ചമുളക്, തക്കാളി ചേർക്കുന്നുണ്ട്. പച്ചമുളക് കുറച്ചധികം എടുക്കാൻ വേണ്ടി നോക്കുക. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും വാഷർ ഇടുമ്പോൾ നനവില്ലെങ്കിൽ ഒന്ന് നനച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ നമുക്കൊരു തുള്ളി പോലും ആവി പുറത്ത് പോകില്ല. അത് മാത്രമല്ല, നമ്മൾ വിസിലടിക്കുമ്പോൾ പുറത്തേക്കൊക്കെ തെറിക്കുമല്ലോ, അങ്ങനെ തെറിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുക്കറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതാ ഞാനിന്ന് നെയ്സ് ദോശയാണ് തയ്യാറാക്കുന്നത്. തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി നന്നായി കഴുകി ക്ലീനാക്കി മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്താൽ നല്ലതാണ്, ചേർക്കണമെന്ന് നിർബന്ധവുമില്ല. ഏകദേശം ഒരു 4 വിസിലടുപ്പിച്ച് ഞാൻ കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഈ ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശയെ കുറിച്ച് ഒരുപാട് ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു നൈസ് ദോശയെ കുറിച്ച് ഒരുപാട് ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എങ്കിലും എനിക്കിത് ചുടാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുട്ട് കുറേ ടൈം ചുട്ടിരിക്കണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പ് ആകെ തെറിച്ച് ആകെ വൃത്തിയിടാകും കേട്ടോ. അപ്പോൾ അത് 2 കാരണമുള്ളതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ കഴിക്കാനും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഈ ഒരു ദോശ. അപ്പോൾ നേരെ മറിച്ചാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. തക്കാളി വരട്ടിയതോ പിന്നെ അതുപോലെ കടലക്കറിയോ ചിക്കൻ കറിയോ മീൻ കറിയോ ചെറുപയർ കറിയോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇവർക്ക് ഈ ഒരു ദോശ നല്ല ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ എന്തായാലും ദോശ തയ്യാറാക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ ദോശ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. ഒരു തുള്ളി പോലും നമുക്ക് പുറത്ത് പോയിട്ടില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിതാ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനുള്ളിലുള്ള ആ ഒരു സ്പൂണ് നമ്മളിട്ടല്ലോ അതങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പൂണ് തന്നെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ ബൗള്, ചെറിയ ഗ്ലാസ്, സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് പുറത്തേക്ക് തെറിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് കടലയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എരിവിനനുസരിച്ച് ഒരുപാട് ഇടരുത്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ നിന്ന് നേരത്തെ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അരച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങയല്ല കടലയാണ് കേട്ടോ. അപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു, എൻ്റെ വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ ഇതാ ഒരു കടല ഇതിലേക്ക് അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾ ചെറിയുള്ളിയിൽ വറവ് ചെയ്തെടുക്കാൻ വേണ്ടി ചെറിയുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറവ് ചെയ്തെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസിയാണ് ഈ ഒരു കറി തയ്യാറാക്കാൻ. അത് മാത്രമല്ല നമ്മളിതിലേക്ക് തേങ്ങയൊന്നും ചേർത്തിട്ടുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തേക്ക് നമുക്ക് ദോശയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവർക്കും കറിയൊക്കെ കുറച്ച് ലൂസിലാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ലൂസിൽ കറിയൊക്കെ തയ്യാറാക്കുന്നത്. എന്ത് കറിയാണെങ്കിലും ഇവർക്ക് നന്നായിട്ട് കുറുകിയ ചാറൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇതാ കറി നമ്മളിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഷബാസും ഫിദമോളും ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഇവർക്ക് സ്കൂളിലേക്കും ഇന്ന് ദോശയും കടലക്കറിയും തന്നെ മതിയെന്ന് പറഞ്ഞ് അതന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറൊന്നും വെക്കാൻ നിന്നില്ല. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചൂടോടെ തന്നെ ഷാഫ്ക ലീവാണ്, അതുകൊണ്ട് ചൂടോടെ തന്നെ ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ചോറൊന്നും വെക്കാൻ നിന്നില്ല. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ കളിക്കണല്ല ആരെയും കണ്ടായിരിക്കും.